ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെക്കൻഡ് മൊഡ്യൂൾ, അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതിൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് എന്താണെന്ന് നോക്കാം. ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് ആർ ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ലിങ്ക് ലെൻഡേഴ്സ് ആൻഡ് ബോറോവേഴ്സ്. The process of transferring saving from savers to investors is known as financial intermediation. Commercial banks and cooperative credit societies are called finance corporations or finance companies. These finance companies with very little capital have been mobilizing deposits by offering attractive interest rates and incentives and advance loans to wholesale and retail traders, small industries and self-employed persons. They grant unsecured loans at very rates of interest. These are non-banking companies performing the functions of financial intermediaries. They cannot be called banks. ലെൻഡേഴ്സെയും ബോറോഴ്സെയും പരസ്പരം ലിങ്ക് ചെയ്യലാണ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറ്റ്സിൻ്റെ മെയിനായിട്ടുള്ള ഫങ്ഷൻ. ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയേഷൻ എന്ന് പറഞ്ഞാൽ സേവേഴ്സിൽ നിന്നുള്ള സേവിങ്സ് ഇൻവെസ്റ്റേഴ്സിന് ട്രാൻസ്ഫർ ചെയ്യലാണ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സും കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസും ഫിനാൻഷ്യൽ കമ്പനീസിൽ പെട്ടതാണ്. ഈ ഫിനാൻഷ്യൽ കമ്പനീസിനെ കുറിച്ച് കുറച്ച് ക്യാപിറ്റലാണ് ഉള്ളത്. അത് അവിടെ ഇടുന്ന ഡെപ്പോസിറ്റിന് ഇൻട്രസ്റ്റ് റേറ്റ്സ്, ഇൻസെൻറ്റീവ്, അഡ്വാൻസ് ലോൺസ് ടു ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ട്രേഡേഴ്സ്, സ്മോൾ ഇൻഡസ്ട്രീസ് ആൻഡ് സെൽഫ് എംപ്ലോയ്ഡ് പേഴ്സൺസ്, ഇതെല്ലാം ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ എ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് is a company registered under the Companies Act 1956 and is engaged in the business of loans and advances, acquisition of shares, securities, leasing, hire purchase, insurance business and chit business. Non-banking financial companies, also known as non-banking financial institutions, are financial institutions that offer various banking services but do not have a banking license. ഇതിലുള്ളത് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് അല്ലെങ്കിൽ ബാങ്കിങ് സെക്ടേഴ്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് എന്നത് കമ്പനീസ് ആക്ട് 1956 രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് ഓൾസോ എൻഗേജ്ഡ് ഇൻ ദ ബിസിനസ് ഓഫ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്, അക്വിസിഷൻ ഓഫ് ഷെയർസ്, സെക്യൂരിറ്റീസ്, ലീസിംഗ്, ഹയർ പർച്ചേസ് എക്സെട്ര. ദ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നും അറിയപ്പെടുന്നു. These are also financial institutions offering various banking services to the people but do not have a banking license. നെക്സ്റ്റ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസിൻ്റെ ഫങ്ഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ, ദേ ആർ ഏബിൾ ടു അട്രാക്റ്റ് ഡെപ്പോസിറ്റ്സ് ഓഫ് ഹ്യൂജ് എമൗണ്ട്സ് ബൈ ഓഫറിംഗ് അട്രാക്റ്റീവ് റേറ്റ്സ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് അതർ ഇൻസെൻറ്റീവ്സ്. That is, these types of banks provides attractive interest rates and other incentives to the deposits. Second one നോക്കാം, they provide loans to wholesale and retail merchants, small industries, self-employed schemes. that is ലോൺസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ തേർഡ് വൺ, they provide loans without security also, hence they are able to charge 24 to 36% interest rate. സെക്യൂരിറ്റീസ് ഇല്ലാതെയും ലോൺസ് നൽകുന്നുണ്ട്, ബട്ട് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും. ദേ ഹെൽപ്സ് ടു റൺ ചിറ്റ് ഫണ്ട്സ്, പ്രൊവൈഡ് ഹയർ പർച്ചേസ്, ലീസിംഗ്, ഫിനാൻസ്, മെർച്ചൻറ്റ് ബാങ്കിങ് ആക്ടിവിറ്റീസ്. ഓൾസോ ഹെൽപ്സ് ടു റൺ അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഫിഫ്ത്ത് വൺ, ദേ വെഞ്ചേഴ്സ് ടു പ്രൊവൈഡ് ലോൺസ് ടു ഓൺട്രപ്രണേഴ്സ് വിത്ത് ഹൈ റിസ്ക്, സോ ദേ ആർ ഏബിൾ ടു ചാർജ് ഹൈ റേറ്റ്സ് ഓഫ് ഇൻട്രസ്റ്റ്. ഹൈ ഇൻട്രസ്റ്റ് റേറ്റിൽ ഹൈ റിസ്ക് ഉള്ള ലോൺസ് എൻ്റർപ്രൈസസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സിക്സ്ത് വൺ, ദേ ആർ ഏബിൾ ടു അട്രാക്റ്റ് ഡെപ്പോസിറ്റ്സ് ബൈ ഓഫറിംഗ് വെരി ഹൈ റേറ്റ്സ് ഓഫ് ഇൻട്രസ്റ്റ്. കൂടുതൽ ഇൻട്രസ്റ്റ് നൽകി ഡെപ്പോസിറ്റ്സ് കൂട്ടുന്നു. ലാസ്റ്റ് വൺ, ദ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് കനോട്ട് ഇൻട്രൊഡ്യൂസ് ചെക്ക് സിസ്റ്റം. ഈ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസിൽ ചെക്ക് സിസ്റ്റം ഇല്ല. നെക്സ്റ്റ്, ബാങ്ക്സും നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് cannot accept demand deposits. It is not a part of the payment and settlement system and as such cannot issue checks to its customers.
നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇത് ചെക്സും അത്തരത്തിലുള്ള സർവീസസ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് സെക്യൂരിറ്റീസ് പ്രൊവൈഡഡ് ബൈ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് provide range of financial security services to their clients. Types of services under non-banking financial companies includes the following. നെക്സ്റ്റ്, നോൺ ബാങ്ക് ഫിനാൻഷ്യൽ കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്ന സെക്യൂരിറ്റീസിൻ്റെ ടൈപ്സ് നോക്കാം. ഫസ്റ്റ് വൺ, ഹയർ പർച്ചേസ് സെക്യൂരിറ്റീസ്. ഹയർ പർച്ചേസ്, ദ ലീഗൽ ടേം ഫോർ എ കണ്ടീഷണൽ സെയിൽ കോൺട്രാക്ട് വിത്ത് ആൻ ഇൻറ്റൻഷൻ ഓഫ് ഫിനാൻസ് കൺസ്യൂമേഴ്സ് ടുവേർഡ്സ് vehicles, white goods, etc. If a buyer cannot afford to pay the price as a lump sum but can afford to pay a percentage as a deposit, the contract allows the buyers to hire the goods for a monthly rent. If the buyer defaults in paying the installments, the owner can repossess the goods. Hire purchase is a different form of credit system among other unsecured consumer credit systems and benefits. Example, Hero Honda, Motor Finance, etc. ഹയർ പർച്ചേസ് സർവീസസ് ആണ്. ഫസ്റ്റ് വൺ, വെഹിക്കിൾസ് പോലെയുള്ള കൺസ്യൂമറിൻ്റെ പ്രോപ്പർട്ടിയിൽ ലീഗലി ആയി കണ്ടീഷണൽ സെയിൽ കോൺട്രാക്റ്റ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഹയർ പർച്ചേസ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ബയർക്ക് ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് മൊത്തത്തിൽ പേ ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ ആ എമൗണ്ട് ഇൻസ്റ്റാൾമെൻ്റായി ഡെപ്പോസിറ്റ് ചെയ്യാൻ കഴിയും. അത് സാധാരണയായി മന്ത്ലി റെൻ്റ് ആയിട്ടാണ് അടയ്ക്കാറ്. ഒരു ബയർ ഇത്തരത്തിൽ ഇൻസ്റ്റാൾമെൻറ്റിൽ മുടക്കം വന്നാൽ അതിൻ്റെ ഓണർക്ക് ആ ഗുഡ് റീപ്രോസസ് ചെയ്യാൻ കഴിയും. ക്രെഡിറ്റ് സിസ്റ്റത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായാണ് ഹയർ പർച്ചേസ്. ഹീറോ ഹോണ്ട, മോട്ടോർ ഫിനാൻസ് ഒക്കെ ഇതിനുള്ള എക്സാമ്പിളാണ്. സെക്കൻഡ് വൺ, ലീസിംഗ് സർവീസസ്. A lease or tenancy is a contract that transfers the right to possess specific property. Leasing service includes the leasing of assets to other companies, either on operating lease or finance lease. And non-banking financial companies may obtain license to commence leasing service, subject to they shall not hold, deal or trade in real estate business and shall not fix the period of lease for less than 3 years in the case of any finance lease agreement, except in case of computers and other IT accessories. Example, First Century Leasing Company Limited, Sundaram Finance Limited. സെക്കൻഡ് വൺ, ലീസിങ് സർവീസസ് ആണ്. ലീസ് അല്ലെങ്കിൽ ടെനൻസി എന്നത് ഒരു സ്പെസിഫിക് പ്രോപ്പർട്ടിയുടെ റൈറ്റ് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യലാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ കോൺട്രാക്റ്റ്. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ഓപ്പറേറ്റിംഗ് ഓർ ഫിനാൻസ് ലീസ്. ഫിനാൻസ് ലീസിൽ കൂടി മറ്റ് കമ്പനികൾക്ക് അസറ്റ്സ് ലീസിന് കൊടുക്കലാണ്. ലീസിങ് സർവീസ് തുടങ്ങാൻ നോൺ ബാങ്ക് ഫിനാൻഷ്യൽ കമ്പനി ലൈസൻസ് കൊടുക്കണം. സാധാരണ രീതിയിൽ കമ്മോഡിറ്റീസ് ലീസിന് നൽകുന്നത് 3 വർഷം വരെയാണ്. The third one is housing finance services. Housing finance services means financial services related to development and construction of residential and commercial properties. And housing finance company approved by the National Housing Bank may undertake the services or activities such as providing long-term finance for the purpose of constructing, purchasing or renovating any property, managing public or private sector projects in the housing and urban development sector. ICICI Home Finance Limited, LIC Housing Finance Company Limited, HDFC is some of the housing finance companies in our country. അപ്പോൾ തേർഡ് പറയുന്നത് ഹൗസിംഗ് ഫിനാൻസ് സർവീസസ് ആണ്. ഇത് റെസിഡൻഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസിൽ ഡെവലപ്മെൻറ്റും കൺസ്ട്രക്ഷനും റിലേറ്റ് ചെയ്ത് ഫിനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യലാണ്. നാഷണൽ ഹൗസിംഗ് ബാങ്ക്സ് ആണ് ഹൗസിംഗ് ഫിനാൻസ് അപ്രൂവ് ചെയ്യുന്നത്.
ICICI ഹോം ഫിനാൻസ് ലിമിറ്റഡ്, LIC, HDFC എക്സെട്ര ആണ് ഇതിനുള്ള എക്സാമ്പിൾസ്. The fourth one is asset management company. Asset management company is managing and investing the pooled funds of retail investors in securities in line with the stated investment objectives and provides more diversification, liquidity and professional management service to the individual investors. Mutual funds comes under this category. Most of the financial institutions having their subsidiaries as asset management company like SBI, BOB, UTI, etc. നാലാമത്തെ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ്. സെക്യൂരിറ്റീസിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഷെയർഡ് ഫണ്ട്സ് മാനേജ് ചെയ്യലും ഇൻവെസ്റ്റ് ചെയ്യലും ഓൾസോ പ്രൊവൈഡ്സ് മോർ ഡൈവേഴ്സിഫിക്കേഷൻ, ലിക്വിഡിറ്റി എക്സെട്ര ടു ദ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ്. ഇതിൽ മെയിനായിട്ടുള്ളത് മ്യൂച്വൽ ഫണ്ട്സാണ്. SBI, BOB, UTI എക്സെട്ര ആണ് ഇതിനുള്ള എക്സാമ്പിൾസ്. ഫിഫ്ത്ത് വൺ, വെഞ്ചർ ക്യാപിറ്റൽ കമ്പനീസ്. വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസ് ഈസ് എ unique form of financing activity that is undertaken on the belief of high risk, high return. Venture capitalists invest in those risky projects or companies that have success potential and could promise sufficient return to justify such gamble. Venture capitalists not only provides finance but also often provides managerial or technical expertise to venture projects. In India, venture capitals concentrate on seed capital finance for high technology and for research and development. Industrial Credit and Investment Corporation Ventures and Gujarat Venture are one of the first venture capital organizations in India, and SIDBI, Industrial Development Banks of India and other also promoting venture capital finance activities. അപ്പോൾ ഫിഫ്ത്ത് പറയുന്നത് വെഞ്ചർ ക്യാപിറ്റൽ കമ്പനീസാണ്. ഇത് ഫിനാൻസിങ് ആക്ടിവിറ്റീസിൻ്റെ ഒരു യുണീക്ക് ഫോമാണ്. ഇറ്റ് ബിലീവ് ദ ഹൈ റിസ്ക് ഹൈ റിട്ടേൺ, അതായത് റിസ്ക് കൂടുന്നതിനനുസരിച്ച് റിട്ടേൺസും കൂടും. വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ആണ് ഇത്തരം റിസ്കി പ്രൊജക്റ്റ് കമ്പനികളിൽ കൂടുതലും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസ് ആക്ടിവിറ്റീസ് പ്രൊമോട്ട് ചെയ്യുന്നത് സിഡ്ബി, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എക്സെട്ര ആണ്. There are two main types of funds, open-ended funds and closed-ended mutual funds. In case of open-ended fund, the fund manager continuously allows investors to join or leave the fund. The fund is set up as a trust with an independent trustee who keeps custody over the assets of the trust. Each share of the trust is called a unit, and the fund itself is called a mutual fund. An investor can join or leave the fund on the basis of the NAV, that is net asset value per unit. മ്യൂച്വൽ ഫണ്ട്സ് മെയിനായിട്ട് 2 ടൈപ്സ് ഉണ്ട്, ഓപ്പൺ എൻഡഡ് ഫണ്ട് ആൻഡ് ക്ലോസ് എൻഡഡ് ഫണ്ട്. ഓപ്പൺ എൻഡഡ് ഫണ്ട് നോക്കാം. ഇതിൽ ഇൻവെസ്റ്റേഴ്സിനെ ഫണ്ടിൽ നിന്ന് ജോയിൻ്റ് ഓർ ലീവ് ചെയ്യാൻ ഫണ്ട് മാനേജർ തുടർച്ചയായി അനുവദിക്കുന്നു. ഇത്തരത്തിലെ ഫണ്ട് ട്രസ്റ്റിലൂടെയാണ് സെറ്റപ്പ് ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും. ട്രസ്റ്റിൻ്റെ ഓരോ ഷെയറിനെയും പറയുന്നത് യൂണിറ്റ് എന്നും ഫണ്ടിനെ പറയുന്നത് മ്യൂച്വൽ ഫണ്ടും എന്നാണ്. ഒരു ഇൻവെസ്റ്ററിന് നെറ്റ് അസറ്റ് വാല്യൂവിൻ്റെ ബേസിസിൽ ജോയിൻ്റ് ഓർ ലീവ് ചെയ്യാവുന്നതാണ്. In contrast, a closed-end fund is similar to a listed company with respect to its share capital. These shares are not redeemable and are traded in the stock exchange like any other listed securities. Value of units is closed-ended funds is determined by market forces and is available at 20 to 30% discount to their NAV. ഇനി ക്ലോസ് എൻഡഡ് ഫണ്ട് നോക്കാം. ഇത് ഷെയർ ക്യാപിറ്റലിൻ്റെ റെസ്പെക്റ്റ് ലിസ്റ്റഡ് കമ്പനിയുമായി സിമിലറാണ്.
ഇത്തരത്തിലുള്ള ഷെയർസ് വീണ്ടെടുക്കാനാവില്ല. ക്ലോസ് എൻഡ് ഫണ്ടിൻ്റെ യൂണിറ്റിൻ്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത് മാർക്കറ്റ് ഫോഴ്സസ് ആണ്. അത് NAVയുടെ 20 to 30% ഡിസ്കൗണ്ട് റേറ്റിലാണ്. ഓക്കെ, താങ്ക് യു.